പ്രവാചകനായ യോന തന്റെ വീട്ടിലെ ശാന്തമായ മുറിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തമായ വിളി അവന്റെ ചെവികളിൽ മുഴങ്ങി. ഒരു വലിയ നഗരമായ നിനവേയിലേക്ക് പോകാനും അവിടുത്തെ ദുഷ്ടതയെക്കുറിച്ച് പ്രസംഗിക്കാനും ദൈവം അവനോട് കൽപ്പിച്ചു. എന്നാൽ ആ നഗരത്തിലെ ആളുകളെക്കുറിച്ച് ഓർത്തപ്പോൾ അവന്റെ ഉള്ളം ഭയം കൊണ്ട് നിറഞ്ഞു. അവന്റെ ഉള്ളിൽ വലിയൊരു പോരാട്ടം നടന്നു. പുറത്ത് പ്രകാശവും പുതിയൊരു വഴിയുമുണ്ടായിരുന്നു. പക്ഷേ ഭയം അവനെ പിന്നോട്ട് വലിച്ചു. അനുസരണയും ഒളിച്ചോട്ടവും തമ്മിലുള്ള ആ നിമിഷത്തിൽ അവന്റെ മനസ്സ് പിരിമുറുക്കത്തിലായിരുന്നു. ഭയത്തിന് കീഴടങ്ങി അവൻ ആ ഗ്രാമത്തിൽ നിന്ന് ഓടിയകന്നു. മനസ്സിൽ പശ്ചാത്താപത്തിന്റെ ഒരു നെടുവീർപ്പുണ്ടായി. എന്നിട്ടും അവൻ തന്റെ ഇഷ്ടത്തിന് പിന്നാലെ പാഞ്ഞു ആ ദുരിതങ്ങളിലേക്ക്. രക്ഷപ്പെടാനുള്ള ഏക മാർഗം കണ്ടെത്തി അവൻ കപ്പലിൽ കയറി. ഇരുട്ടിന്റെ മറവിൽ ആരും അറിയാതെ അവൻ അകത്തേക്ക് പാഞ്ഞു. അവന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഒരു ഒളിച്ചോട്ടക്കാരനെ പോലെ അവൻ കടലിലേക്ക് യാത്ര തുടങ്ങി. പെട്ടെന്ന് ആകാശം ഇരുണ്ടു. ശാന്തമായിരുന്ന കടൽ ഒരു നിമിഷം കൊണ്ട് കൊടുങ്കാറ്റായി മാറി. വലിയ തിരമാലകൾ കപ്പലിനെ ചുറ്റിപ്പറ്റി. അത് വെറും ഒരു കാറ്റായിരുന്നില്ല, അവന്റെ അനുസരണക്കേടിന് ദൈവത്തിന്റെ ശിക്ഷയായിരുന്നു. കടൽ അലറിയപ്പോൾ കപ്പലിലെ നാവികരെല്ലാം ഭയന്ന് വിറച്ചു. അവർ രക്ഷപ്പെടാൻ വേണ്ടി പാടുപെട്ടു. യോന കപ്പലിന്റെ കൈവരിയിൽ മുറുകെ പിടിച്ചു. അവന്റെ മുഖം ഭയം കൊണ്ട് വിളറി. ഈ ദുരന്തത്തിന് ഒരേയൊരു കാരണക്കാരനേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവനായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ അവർ അവനെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. അവൻ വെള്ളത്തിലേക്ക് പതിച്ച നിമിഷം അലറി വിളിച്ചിരുന്ന കടൽ പെട്ടെന്ന് ശാന്തമായി. അത് ദൈവത്തിന്റെ ശക്തിയായിരുന്നു. മരണത്തിന്റെ പിടിയിലകപ്പെട്ട് അവൻ നിലവിളിച്ചു. രക്ഷിക്കാനായി ആരും ഉണ്ടായിരുന്നില്ല. അവൻ ആഴങ്ങളിലേക്ക് താഴ്ന്നു. എന്നാൽ ആഴങ്ങളിൽ അവനെ കാത്ത് ഒരു അത്ഭുതമുണ്ടായിരുന്നു. ഭീമാകാരമായ ഒരു തിമിംഗലം അവന്റെ അടുത്തേക്ക് വന്നു. അതിന്റെ വലിയ വായ തുറന്ന് അവനെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു. ചുറ്റും കുമിളകളും പിന്നെ കൊടും ഇരുട്ടും മാത്രം. തിമിംഗലത്തിന്റെ ഇരുണ്ട വയറ്റിൽ അവൻ ഭയന്നു വിറച്ചു. നിരാശ അവനെ കീഴ്പ്പെടുത്തി. അവന്റെ പാപത്തെക്കുറിച്ച് അവൻ ഓർത്തു. എന്നാൽ അവിടെ ഇരുട്ടിലും ഒരു പ്രത്യാശയുണ്ടായിരുന്നു. അവൻ ദൈവത്തെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ ശക്തിയാൽ പ്രകാശത്തിന്റെ ഒരു കിരണം അവന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു. അത് പുതിയൊരു പ്രത്യാശയായിരുന്നു. അവൻ വീണ്ടും വിശ്വസിച്ചു. ദൈവത്തിന്റെ കൽപ്പനയാൽ ആ വലിയ മത്സ്യം അവനെ കരയിലേക്ക് ഛർദ്ദിച്ചു. ഒരു അത്ഭുതം പോലെ അവൻ മണൽ തീരത്തേക്ക് വീണു. അവന്റെ മുഖത്ത് ആശ്വാസവും നന്ദിയും നിറഞ്ഞു. ദൈവം അവന് രണ്ടാമതൊരു അവസരം നൽകി. ഇത്തവണ ഒരു പിന്തിരിഞ്ഞ നോട്ടമില്ലാതെ അവൻ ഉറച്ച മനസ്സോടെ ആ നഗരത്തിലേക്ക് നടന്നു. അവന്റെ വഴിയിൽ ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു. അവന്റെ ഉള്ളിൽ പുതിയൊരു ലക്ഷ്യം പിറന്നിരുന്നു. ദൈവത്തിന്റെ വാക്കുകൾ അവന് ശക്തി നൽകി. അവൻ ഭയമില്ലാതെ ആ നഗരത്തിന്റെ നടുവിലേക്ക് നടന്നു. അവന്റെ വാക്കുകൾ ആളുകളുടെ ഹൃദയങ്ങളിൽ തീയായി പതിഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ട് അവർ കരഞ്ഞു. തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചു. പ്രതീക്ഷയുടെ പുതിയൊരു പുലരി പിറന്നു. അവന്റെ വാക്കുകളിലൂടെ ആ നഗരത്തിന് ഒരു പുതിയ തുടക്കം ലഭിച്ചു. ഞാൻ ഭയന്ന് ഓടി ഒളിച്ചു. എന്നാൽ എന്റെ അനുസരണക്കേടിൽ നിന്ന് എത്ര ദൂരം പോയാലും എന്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചില്ല. എന്നെ തേടി അവിടുന്ന് കടലിലേക്കും തിമിംഗലത്തിന്റെ വയറ്റിലേക്കും വന്നു. എന്റെ ജീവിതം നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾക്ക് വഴി തെറ്റിയെന്ന് തോന്നിയാലും നിങ്ങളുടെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്.